السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنك ميت وإنهم ميتون. صدق الله العظيم. وقال النبي صلى الله عليه وسلم: يا أيها الناس عسى ألا تلقوني بعد عامي هذا، أو كما قال عليه الصلاة والسلام. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള വീഴ്ചകൾ, തെറ്റുകുറ്റങ്ങൾ, പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ബഹുമാനികളെ, മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട വിശ്വാസം, അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലൊന്നാമതായി ആ ജീവിതത്തിലേക്കുള്ള വാതിൽ എന്ന രീതിയിൽ മരണത്തെക്കുറിച്ച്, മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. മരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും നല്ല മരണം നമുക്ക് ലഭിക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവേ നല്ല മരണം നൽകണേ എന്നുള്ളത്. ഹസ്നുൽ ഖാത്തിമ, നല്ല അവസ്ഥയിൽ, നല്ല സമയത്ത്, നല്ല സ്ഥലത്ത് വെച്ച് ഏറ്റവും നല്ല ഇബാദത്ത് ചെയ്യുന്ന സമയത്തായി മരിക്കുക ഏറ്റവും വലിയ ഭാഗ്യമാണ്. സൂഉൽ ഖാത്തിമ, മോശമായ മരണം, അതിനെ തൊട്ടും കാക്കണേ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നമുക്കൊരിക്കലും നമ്മുടെ അമലുകളുടെ വിഷയത്തിൽ സംതൃപ്തരായിരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ നമസ്കരിക്കുന്ന ആളാണ്, നോമ്പ് പിടിക്കുന്ന ആളാണ്, ഇബാദത്തുകൾ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് എൻ്റെ അവസാനവും അങ്ങനെ തന്നെ ആകും എന്നൊരിക്കലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. അള്ളാഹുവിൽ അങ്ങേയറ്റം പ്രതീക്ഷ വയ്ക്കണം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അങ്ങേയറ്റം ഭയപ്പെടുകയും ചെയ്യണം. അൽ ഈമാനു ബൈനൽ ഖൗഫി വർ റജ. ഈമാൻ എന്ന് പറയുന്നത് പ്രതീക്ഷയുടെയും പേടിയുടെയും ഇടയിലാണ്. ഒരേപോലെ പേടിക്കുകയും ചെയ്യണം, അതുപോലെ പ്രതീക്ഷിക്കുകയും ചെയ്യണം. ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കരുതി അയാളുടെ അവസാനം സൽക്കർമ്മങ്ങളിൽ തന്നെ ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രം, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമേ ആ രീതിയിൽ നമുക്ക് മരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. അള്ളാഹു കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവസാനത്തെ പരിഗണിച്ചാണ്. നോമ്പിൻ്റെ തുടക്കം മുതൽ ആവേശത്തോടുകൂടി നോമ്പും നമസ്കാരങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടുവന്നു. അവസാനമായപ്പോൾ പെരുന്നാളിൻ്റെ തിരക്കുകളിലായിട്ട് നോമ്പൊരു വഴിക്ക് പോയി, നമസ്കാരം വേറൊരു വഴിക്ക് പോയി, ഇബാദത്തുകൾ ഖുർആനോദലൊരു വഴിക്ക് പോയി. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. അവസാനത്തെ നോക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളുടെ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അന്ത്യം നന്നാവുക എന്നുള്ളത് ഏതൊരു ഇബാദത്തിൻ്റെയും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെയും അന്ത്യം നന്നാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങൾ മാറി മറിഞ്ഞ് പോവുക എന്ന് പറയാൻ പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ദുആ ചെയ്യുകയുണ്ടായി, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന പടച്ചവനെ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ താഅത്തിലായി, നിൻ്റെ അനുസരണയിലായി നീ ഉറപ്പിച്ചു വെക്കണേ.
ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അങ്ങ് എന്തിനാ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? അങ്ങേക്ക് ഇങ്ങനെ ദുആ ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, ആയിഷ, ഞാൻ എങ്ങനെ സമാധാനമായിരിക്കും? എല്ലാ ഹൃദയങ്ങളുടെയും പിടുത്തം അള്ളാഹുവിലാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ ഹൃദയങ്ങളെ എങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഹൃദയം മാറിപ്പോകുമോ ഇല്ലേ എന്ന് ഞാൻ എങ്ങനെ സമാധാനിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ പഠിപ്പിച്ചതാണ്. ഒരുപാട് മഹാന്മാരുടെ ജീവിതത്തിൻ്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും സുന്ദരമായ മരണം അവർക്ക് വന്നത് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില മഹാന്മാരുടെ ചരിത്രങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയണമെന്ന് ആഗ്രഹിച്ച് കുറേ മഹാന്മാരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ വായിച്ചു. അപ്പോൾ തോന്നി, പറയാൻ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണല്ലോ. തങ്ങളുടെ വഫാത്ത്, തങ്ങളുടെ അവസാന നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു, അത് പഠിക്കാം, അത് കേൾക്കാം എന്ന ചിന്തയുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ പറയുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, 23 വർഷത്തെ തുല്യതയില്ലാത്ത മാതൃകാപരമായ ജീവിതം ജീവിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനോട് വിട പറഞ്ഞ അല്ലാഹുവിലേക്ക് യാത്രയായി. ലോകത്തുണ്ടായ ഏറ്റവും വലിയ ദുഃഖകരമായ സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ ദുഃഖകരമായ സംഭവം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വേർപാടാണ്. ഒരുപക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല, നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. തങ്ങളോടൊത്ത് ജീവിച്ച, തങ്ങളുടെ രാവും പകലും തങ്ങളുടെ ഊണിലും ഉറക്കത്തിലുമൊക്കെ തങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞ സഹാബാക്കൾക്ക് അവർക്ക് ആ വിഷമത്തിൻ്റെ, ആ വേദനയുടെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത്ര വലിയ നഷ്ടമാണ് ഉമ്മത്തിന് സംഭവിച്ചത് നബിതങ്ങളുടെ വേർപാടിലൂടെ. ഹിജ്റ 11-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് പോയി. അവിടെ വെച്ച് തങ്ങൾക്ക് ആയത്തിറങ്ങുകയുണ്ടായി, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ സബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. അവസാനമായി ഇറങ്ങുന്ന സൂറത്താണ്. ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾ ഒരു സൂചന നൽകുകയാണ്. താങ്കൾ ദുനിയാവിലേക്ക് വന്ന മിഷൻ, ഏതൊരു മിഷനുമായിട്ടാണോ ദുനിയാവിലേക്ക് വന്നത്, ആ മിഷൻ പൂർത്തിയായിരിക്കുന്നു. ഇനി മടക്കയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോ. ആ ഇഷാറയായിരുന്നു ആ സൂറത്തിലൂടെ കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജംറയിൽ കല്ലുകൾ എറിഞ്ഞതിന് ശേഷം സഹാബാക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അസാ അല്ലാ തൽഖൗനി ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം ഇനി നിങ്ങൾ എന്നെ കണ്ടുമുട്ടുകയില്ല. ഇത് നമ്മൾ തമ്മിലുള്ള കണ്ടുമുട്ടലിൻ്റെ അവസാനത്തെ സമയമായിരിക്കാം. നബിതങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കാൻ പോകുന്ന സമയത്ത് യമനിലേക്ക് യാത്രയാക്കുകയാണ്. സാധാരണ എല്ലാവരെയും നബിതങ്ങൾ മസ്ജിദ് നബവിയിൽ വെച്ച് തന്നെ യാത്രയക്കും, സലാം പറഞ്ഞ് യാത്രയക്കും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തങ്ങൾ അദ്ദേഹത്തോടൊപ്പം 7 മൈലുകൾ തങ്ങൾ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചു യാത്രയക്കാൻ വേണ്ടി. ഓരോ കാര്യങ്ങൾ പറഞ്ഞ്, ഉപദേശങ്ങൾ പറഞ്ഞ് അവസാനം പിരിയുന്ന ആ സ്ഥലം എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ബിൻ ജബലിനോട് പറഞ്ഞു, മുആദ്, അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ, ഇനി നമ്മൾ തമ്മിലൊരു കണ്ടുമുട്ടലുണ്ടാവൂല, ഇത് നമ്മുടെ അവസാനത്തെ കണ്ടുമുട്ടലാണ്. ലഅല്ലക തമുറു ബിമസ്ജിദി വഖബ്രി, നീ തിരിച്ചു വരുമ്പോൾ എൻ്റെ മസ്ജിദ് ഉണ്ടാവും, എൻ്റെ ഖബറുണ്ടാവും, ഞാനുണ്ടാവൂല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ നബിതങ്ങളും കരഞ്ഞുപോയി. തങ്ങൾ കരയുന്നത് കാണാതിരിക്കാൻ വേണ്ടി നബിതങ്ങൾ തൻ്റെ മുഖം അങ്ങോട്ടേക്ക് തിരിച്ചു. മുആദ് റളിയല്ലാഹു അൻഹു ആ ഭാഗത്ത് നിന്ന് കരയുന്നു, നബിതങ്ങൾ അങ്ങോട്ട് നിന്ന് കരയും. പറഞ്ഞു, മുആദേ, കരയണ്ട മുആദേ, ഇന്ന ഔലന്നാസി ബിയൽ മുത്തഖൂൻ മൻ കാനു ഹൈസു കാനു, ഞാനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത് നാളെ മഹ്ശറയിൽ മുത്തഖീങ്ങളായ ആളുകളാണ്. അതാരുമായിക്കൊള്ളട്ടെ, അതെവിടെയുള്ളവരുമായിക്കൊള്ളട്ടെ, കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, പാവപ്പെട്ടവനാകട്ടെ, പണക്കാരനാകട്ടെ, മുത്തഖിയായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ മുആദേ, അവരാണ് നാളെ ആഖിറത്തിൽ എന്നോടൊപ്പം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട, നീ സന്തോഷത്തോട് ധൈര്യമായിട്ട് പൊയ്ക്കും യാത്രയാക്കി.
ഹജ്ജ് കഴിഞ്ഞ് നബിതങ്ങൾ തിരിച്ചു വന്നു. മുഹറം, സഫർ 29 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ ബഖീയിൽ ഒരു ജനാസ അടക്കാൻ വേണ്ടി പോയി, ഒരു ഖബർ അടക്കാൻ വേണ്ടി പോയി. ആ ജനാസയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് മുതൽ പെട്ടെന്ന് നബിതങ്ങൾക്കൊരു തലവേദന ഉണ്ടായി. അതിങ്ങനെ ഓരോ നിമിഷവും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു, കടുത്ത തലവേദനയിലേക്ക്. അന്നത്തെ ഊഴം ഭാര്യമാരിൽ ആയിഷ ബീവിയുടെ വീട്ടിലായിരുന്നു. നബിതങ്ങളുടെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും കടുത്ത പനിയുമായി, കടുത്ത തലവേദനയും കടുത്ത പനിയും. 29, 30 റബീഉൽ അവ്വൽ 12 ദിവസം, മൊത്തം 14 ദിവസം ഈ കടുത്ത തലവേദനയിലായിട്ട് നബിതങ്ങൾ കഴിച്ചു കൂട്ടി. കടുത്ത തലവേദനയിലായിട്ട് റബീഉൽ അവ്വൽ 12 നബിതങ്ങൾ വഫാത്താകുന്നു. പിറ്റേ ദിവസം അടുത്ത ഭാര്യയുടെ വീട്ടിലേക്ക് പോയി. അവിടെ കിടന്നുകൊണ്ട് ചോദിക്കാൻ തുടങ്ങി, നാളെ ആരുടെ ഊഴമാണ്? മൈമുന റളിയല്ലാഹു അൻഹ അടുത്ത ദിവസം ആ വീട്ടിലെത്തിയപ്പോൾ ചോദിച്ചു, നാളെ ആരുടെ ദിവസമാണ്? ഈ ചോദ്യത്തിലൂടെ തന്നെ ഭാര്യമാർക്ക് മനസ്സിലായി നബിതങ്ങൾ ആഗ്രഹിക്കുന്നത് ആയിഷ ബീവിയുടെ വീട്ടിൽ കിടക്കാനാണ്. അല്ലെങ്കിൽ തന്നെ നബിതങ്ങൾക്കറിയാം അടുത്ത ദിവസം ഏതാണ്, അടുത്ത ദിവസം ഏതാണെന്ന്. അപ്പോൾ ഈ ചോദ്യത്തിലൂടെ ഭാര്യമാർ തങ്ങളുടെ ആഗ്രഹം മനസ്സിലാക്കി. 9 ഭാര്യമാരുണ്ടായിരുന്നു ആ സമയത്ത്. 8 പേരും ഒരാളുടെ വീട്ടിലാണ് കിടക്കുന്നത്, ബാക്കി 7 പേരും കൂടെ അവിടെ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ രോഗം മാറുന്നത് വരെ അങ്ങ് ആയിഷയുടെ വീട്ടിൽ കിടന്നു, അവിടെ തന്നെ കഴിച്ചു കൂട്ടിക്കോ. രോഗം മാറിയതിന് ശേഷം പഴയതുപോലെ ഊഴം തുടങ്ങിയാൽ മതി. തങ്ങൾക്ക് സന്തോഷമായി. എല്ലാവരോടും നന്ദി പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂല് അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും തോളിൽ കൈവച്ച് അവർ തൂക്കിയെടുത്തുകൊണ്ട് ഇങ്ങനെ നബിതങ്ങളെ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കൊണ്ടു. തങ്ങൾക്ക് നടക്കാൻ കഴിയൂലായിരുന്നു, ശക്തമായ രോഗത്തിൻ്റെ കാഠിന്യം. കാലുകൾ ഇങ്ങനെ തറയിൽ തട്ടിയില്ല എന്ന രീതിയിലാണ് പോകുന്നത്. അതിനുശേഷം വഫാത്ത് വരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവിയുടെ വീട്ടിലാണ് കഴിഞ്ഞത്. ഓരോ ദിവസവും ഇങ്ങനെ വേദന കൂടിക്കൊണ്ടേയിരിക്കുന്നു, അസ്വസ്ഥത കൂടിക്കൊണ്ടേയിരിക്കുന്നു. സഹാബാക്കളൊക്കെ കാണാൻ വേണ്ടി വന്ന നബിതങ്ങളെ, സഹാബാക്കളെ കണ്ട് നബിതങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങി. തങ്ങളുടെ കരച്ചിൽ കണ്ട് നബിതങ്ങൾ സഹാബാക്കളും കരയാൻ തുടങ്ങി. തങ്ങളിങ്ങനെ സഹാബാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു. ആവാക്കുമുല്ലാ, നസറക്കുമുല്ലാ, ഹഫിളക്കുമുല്ലാ, ഇങ്ങനെ ധാരാളമായി സഹാബാക്കൾക്ക് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങളിൽ നിന്ന് വിട പറയാൻ പോവുകയാണെന്ന് തോന്നുന്നല്ലോ. അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് വഫാത്തായാൽ അങ്ങയെ ആര് കുളിപ്പിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഹ്ലു ബൈത്ത്, എൻ്റെ കുടുംബക്കാർ കുളിപ്പിക്കും. അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയെ ആര് കഫൻ പൊതിയും? തങ്ങൾ പറഞ്ഞു, അഹ്ലു ബൈത്ത്. അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങക്ക് ആര് ജനാസ നമസ്കരിക്കും? നബിതങ്ങൾ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നബിതങ്ങളുടെ ജനാസ ജമാഅത്തായിട്ടല്ല നമസ്കരിക്കപ്പെട്ടത്, ഓരോ ആളുകളായി തങ്ങളുടെ അടുക്കൽ വന്നു നിന്ന് ഒറ്റയ്ക്കാണ് ജനാസ നമസ്കരിച്ചത്. അങ്ങനെ നബിതങ്ങൾ എങ്ങനെയാണ് ജനാസ നമസ്കരിക്കേണ്ടത്, ആരാദ്യം നമസ്കരിക്കണം, രണ്ടാമത് ആര് നമസ്കരിക്കണം, ഇങ്ങനെ എല്ലാം തർത്തീബായിട്ട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ സഹാബാക്കൾ നബിതങ്ങളെ യാത്രയാക്കി. മരിക്കുന്നതിന് 5 ദിവസം മുമ്പ്, തിങ്കളാഴ്ച ദിവസമാണ് മരിക്കുന്നത്, 5 ദിവസം മുമ്പ് നബിതങ്ങൾ പറഞ്ഞു, ഇന്ന കിണറുകളിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ തങ്ങൾ പറഞ്ഞതനുസരിച്ച് 7 കിണറുകളിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വലിയ പാത്രം ഉണ്ടായിരുന്നില്ല. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നും വലിയൊരു പാത്രം വരുത്തിച്ചു. നബിതങ്ങൾ അതിൽ കയറിയിരുന്നു. തങ്ങളുടെ മുകളിലേക്ക്, തലയിലേക്ക്, ശിരസിലേക്ക് ഓരോ കിണറ്റിലെയും വെള്ളം ഇങ്ങനെ അല്പാൽപമായി ഒഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരല്പം തലവേദനയ്ക്ക് ശമനമുണ്ടായി, അസ്വസ്ഥതയ്ക്ക് ശമനമുണ്ടായി. എന്നാലും കടുത്ത തലവേദനയാണ്. നബിതങ്ങൾ തലയിൽ ഇങ്ങനെ തുണി ഇങ്ങനെ മുറുക്കി കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവും അബ്ബാസ് റളിയല്ലാഹു അൻഹുവും കൂടി തങ്ങളെയും എടുത്തുകൊണ്ട് മസ്ജിദ് നബവിയിലേക്ക് പോയി. നബിതങ്ങൾ സഹാബാക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, അല്ലയോ സഹാബത്തെ, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ എടുത്തിരിക്കുകയാണ്. ഞാൻ അള്ളാഹുവിലേക്ക് യാത്രയാകാൻ സമയമായിരിക്കുന്നു. ഞാനുമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഇടപാടുകൾ ബാക്കിയുണ്ടെങ്കിൽ, എന്തെങ്കിലും കടങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ
എന്തെങ്കിലും തീർക്കാനുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തീർക്കണം, നാളെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ആഖിറത്തിലേക്ക് മാറ്റിവെക്കരുതേ എന്ന് പറഞ്ഞു. സഹാബാക്കൾ എല്ലാവരും കൂടെ പൊട്ടിക്കരയാൻ തുടങ്ങി. നബിതങ്ങളുടെ ഈ സംസാരം കേട്ടിട്ട് എല്ലാവരും പൊട്ടിക്കരയാൻ തുടങ്ങി. നബിതങ്ങൾക്ക് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു, വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും കടം ബാക്കിയുണ്ടെങ്കിൽ, എന്തെങ്കിലും ബാധ്യതകൾ ബാക്കിയുണ്ടെങ്കിൽ, ഇടപാടുകൾ ബാക്കിയുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തീർക്കണേ, നാളെ ആഖിറത്തിലേക്ക് ഇതൊന്നും ബാക്കി വെക്കല്ലേ എന്ന് ചോദിച്ചോട്ട്. ആരും ഒന്നും മിണ്ടിയില്ല, എല്ലാവരും കരച്ചില്ല. ലോഹർ നമസ്കാരം കഴിഞ്ഞു. നബിതങ്ങൾ ലോഹർ നമസ്കരിപ്പിച്ചിട്ട് വീണ്ടും മെമ്പറിലേക്ക് കയറിയിട്ട് പറഞ്ഞു, സഹാബ, ഞാൻ പോകാനെടുത്തിരിക്കുകയാണ്. എന്തെങ്കിലും ബാധ്യതകൾ ബാക്കിയുണ്ടെങ്കിൽ ആരും ഇവിടെ വെച്ച് തീർക്കണേ, നാളെ ആഖിറത്തിലേക്ക് ഇതൊന്നും ബാക്കി വെക്കല്ലേ. ഒരു സഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് എനിക്ക് 3 ദിർഹം തരാനുണ്ട്, കടമുണ്ട്. നബിതങ്ങൾ പറഞ്ഞു, തീർച്ചയായും, പക്ഷെ ഞാൻ ഓർക്കുന്നില്ല, എപ്പോഴാണെന്നൊന്ന് പറയാമോ? അദ്ദേഹം പറഞ്ഞു, ഒരു ആൾ അങ്ങയോട് ചോദിക്കുന്നതിന് വേണ്ടി വന്നു, എന്തെങ്കിലും തരണമെന്ന് താങ്കളോട് ചോദിച്ചു. താങ്കളുടെ കയ്യിൽ കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് താങ്കൾ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക, ഞാൻ പിന്നെ തിരിച്ചു തരാം. അന്ന് ഞാൻ 3 ദിർഹം അദ്ദേഹത്തിന് കൊടുത്തായിരുന്നു. ഓർമ്മ വന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിൽ എന്തുണ്ട് അവസാനം? ലോകത്തിൻ്റെ മുഴുവൻ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കുന്ന സമയത്ത് നബിതങ്ങൾ കടക്കാരനായിട്ടാണ് മരിച്ചത്. വീട്ടിൽ വിളക്ക് കത്തിക്കുന്നതിന് വേണ്ടിയുള്ള എണ്ണ പോലും ഉണ്ടായിരുന്നില്ല. ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫദ്ലെ, എൻ്റെ കടം ഏറ്റെടുക്കാമോ? എൻ്റെ ഈ കടം നീ വീട്ടാമോ? ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായും അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ വീട്ടിക്കൊള്ളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് പോയി. വ്യാഴാഴ്ച രാത്രി ഇശാ നമസ്കരിക്കുന്നതിന് വേണ്ടി നബിതങ്ങൾ പള്ളിയിലേക്ക് വരാൻ വേണ്ടി എഴുന്നേറ്റു. തങ്ങൾ വീണുപോയി. ആഫിയത്തില്ല, എഴുന്നേൽക്കാനുള്ള ആരോഗ്യമില്ല. വീണ്ടും എഴുന്നേറ്റു, വീണ്ടും തങ്ങൾ വീണുപോയി. വീണ്ടും എഴുന്നേറ്റു, വീണ്ടും വീണുപോയി. എഴുന്നേക്കാൻ കഴിയുന്നില്ല തങ്ങൾക്ക്. നബിതങ്ങൾ പറഞ്ഞു, അബൂബക്കറിനോട് പറ, എനിക്ക് പകരം മുസല്ലയിൽ ചെന്ന് നിന്ന് നമസ്കരിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ആ വരിയിൽ ആദ്യം നിന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറച്ച് പുറകെയാണ് നിന്നത്. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, നമസ്കരിപ്പിക്കാനല്ലേ പറഞ്ഞത്, ആരെങ്കിലുമൊക്കെ നിസ്കരിപ്പിച്ചാൽ മതിയല്ലോ, തങ്ങൾ വരുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഉമർ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കയറ്റി. ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി. ശബ്ദം കേട്ടപ്പോൾ നബിതങ്ങൾക്ക് മനസ്സിലായി, ഇത് അബൂബക്കർ അല്ല, ഉമറാണെന്ന്. സഹാബ, ഉമറിനോട് പറ പുറകെ ഇറങ്ങാൻ, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പറ. എൻ്റെ ജീവിതകാലത്ത് ഇമാമത്ത് നിൽക്കാനുള്ള യോഗ്യത അള്ളാഹു നൽകിയിട്ടുള്ളതോ അബൂബക്കറിന് മാത്രമാണ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുമ്പേക്ക് നിന്ന് നമസ്കരിച്ചു. വ്യാഴാഴ്ച ഇശാ നമസ്കാരം, വെള്ളി, ശനി, ഞായർ 3 ദിവസത്തെ നമസ്കാരം, തിങ്കളാഴ്ച സുബഹി നമസ്കാരം, മൊത്തം 17 നമസ്കാരങ്ങൾ നബിതങ്ങളുടെ ജീവിതകാലത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമായി നമസ്കരിച്ചു. ഇത് ഭാവിയിലേക്കുള്ള സൂചനയായിരുന്നു. നബിതങ്ങൾക്ക് ശേഷം അടുത്ത ഖിലാഫത്തിനുള്ള യോഗ്യത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനായിരിക്കും എന്ന സൂചനയായിരുന്നു നൽകിയത്. നബിതങ്ങൾ തനിക്ക് ശേഷം ഖലീഫ ഇന്നയാളാണ് എന്ന് പറഞ്ഞിട്ടല്ല പോയത്, ഉമ്മത്ത് സ്വന്തം തിരഞ്ഞെടുക്കണമെന്നുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടാണ് പോയത്. പക്ഷേ സൂചനകൾ ധാരാളം കൊടുത്തിരുന്നു, എനിക്ക് ശേഷം എൻ്റെ പിൻഗാമി ആരാകണമെന്ന്. ആദ്യം അബൂബക്കർ ആയിരിക്കും, അതിനുശേഷം ഉമർ ആയിരിക്കും എന്ന് പലതവണ സൂചനകൾ നൽകിയിരുന്നു നബിതങ്ങൾ. ഈ ജമാഅത്ത് നമസ്കരിപ്പിക്കലും ആ സൂചനയായിരുന്നു. ആ രീതിയിൽ 17 റക്അത്ത് നമസ്കാരം, മഹാനായ 17 വഖ്ത് നമസ്കാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർവഹിക്കുകയുണ്ടായി. വ്യാഴാഴ്ച കഴിഞ്ഞു, വെള്ളിയാഴ്ച കഴിഞ്ഞു, ശനിയാഴ്ചയായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹറിൻ്റെ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും തോളിൽ കൈവച്ച് മസ്ജിദിലേക്ക് വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിലാണ്. തങ്ങൾ വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നി തങ്ങളിതാ പുറകിൽ നിന്ന് വരികയാണെന്ന്. ഉടനെ തന്നെ അദബിൻ്റെ പേരിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറകേട്ടിറങ്ങി. അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേണ്ട, അവിടെ തന്നെ നിന്ന് നമസ്കരിച്ചു എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം അടുത്ത് നിന്ന് നമസ്കരിക്കുകയുണ്ടായി. ഒന്നിച്ചിങ്ങനെ നിന്ന് നമസ്കരിച്ചു. ളുഹറും അസറും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടത്തിൽ നബിതങ്ങൾ അവിടെ നിന്ന് നമസ്കരിച്ചു. ഇതാണ് നബിതങ്ങൾ നമസ്കരിച്ച അവസാനത്തെ
ജമാഅത്തായി മസ്ജിദിൽ വന്ന് നമസ്കരിച്ച അവസാനത്തെ നമസ്കാരം ശനിയാഴ്ച ലഹോർ മസർ. അതിനുശേഷം പിന്നെ തങ്ങൾക്ക് പള്ളിയിലേക്ക് വരാൻ പോലും ആഫിയത്തുണ്ടായിട്ടില്ല. വെള്ളിയാഴ്ച ആയപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹു എന്നെ അയച്ചിരിക്കുകയാണ്, അങ്ങയുടെ വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടി, അങ്ങയുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി. എങ്ങനെയുണ്ട് തങ്ങളെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ, ഭയങ്കര ബുദ്ധിമുട്ടാണ്, സഹിക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടാണ്. ശനിയാഴ്ചയും വന്നു. അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹു അയച്ചിരിക്കുകയാണ്, അങ്ങയുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കാൻ, വിശേഷം അറിയാൻ വേണ്ടി വന്നതാണ്. ജിബ്രീലെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്, വയ്യ. ഞായറാഴ്ചയും വന്നു. അപ്പോഴും പറഞ്ഞു, ജിബ്രീലെ, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, അസ്വസ്ഥതയിലാണ്, സഹിക്കാൻ കഴിയാത്ത തലവേദനയാണ്. 3 ദിവസവും ഇത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ ആയപ്പോൾ നബി തങ്ങൾക്കൊരല്പം ആഫിയത്തായി, കുറച്ച് ആരോഗ്യമുണ്ടായി. രാവിലെ സുബഹി നമസ്കാരത്തിൻ്റെ സമയത്ത് നബി തങ്ങൾ സഹാബാക്കൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹാബാക്കളെ ഒന്ന് കൺകുളിർമയോടുകൂടി കണ്ണിറച്ച് കാണുന്നതിന് വേണ്ടി നബി തങ്ങൾ ഇങ്ങനെ വാതിൽ തുറന്ന് സഹാബാക്കൾ നമസ്കരിക്കുന്ന ആ ചിത്രം ഇങ്ങനെ നോക്കി. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ സഹാബാക്കൾക്ക് മനസ്സിലായി നബി തങ്ങൾ ഇതാ നോക്കുകയാണ്, അല്ലെങ്കിൽ വരികയാണ്. പെട്ടെന്ന് എല്ലാം മറന്നുകൊണ്ട് സഹാബാക്കൾ നമസ്കാരത്തിൽ തന്നെ ഇങ്ങനെ നബി തങ്ങളെ നോക്കാൻ തുടങ്ങി. അവർ നമസ്കാരത്തിലാണെന്നുള്ള കാര്യം പോലും അവർ മറന്നുപോയി. ആ രീതിയിൽ നബി തങ്ങളുടെ ആ അവസാനത്തെ സമയമല്ല, സഹാബാക്കളും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. അവരും അറിയാതെ നബി തങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നുപോയി. നബി തങ്ങൾ പെട്ടെന്ന് വാതിലടച്ചു. സഹാബാക്കളുടെ നമസ്കാരത്തിൽ ഖലലുണ്ടാവണ്ടെന്ന് കരുതി. ഇതാണ് നബി തങ്ങൾ അവസാനമായി സഹാബാക്കളെ നോക്കുന്ന അവസാനത്തെ ചിത്രം. ഇത്രയും നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലം ഇങ്ങനെ നോക്കുകയാണ്. സഹാബാക്കളുടെ നമസ്കാരം കണ്ടുകൊണ്ട് നബി തങ്ങൾ ഇങ്ങനെ സന്തോഷിച്ച് വാതിലടച്ചു. ഏകദേശം ളുഹായുടെ സമയം, ഇഷ്റാഖിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ വിളിപ്പിച്ചു. ഇന്ന് നബി തങ്ങളുടെ അവസാനത്തെ ദിവസമാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞില്ല ഞാൻ ഇന്ന് യാത്രയാകുമെന്ന്. ഭാര്യമാരെ വിളിച്ച് എല്ലാവരോടും സലാമൊക്കെ പറഞ്ഞു അവരെ സന്തോഷത്തോടു കൂടി യാത്രയാക്കി. അതിനുശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിപ്പിച്ചു. തങ്ങളുടെ കരളിൻ്റെ കഷ്ണം, ഏറ്റവും കൂടുതൽ നബി തങ്ങൾക്ക് ഇഷ്ടമുള്ള മകൾ ഫാത്തിമ ബീവിക്കും അങ്ങനെ തന്നെ നബി തങ്ങൾ അങ്ങേറ്റവും ഇഷ്ടമായിരുന്നു. ഫാത്തിമ ബീവി അടുത്ത് വിളിച്ചിട്ട് നബി തങ്ങൾ ചെവിയിൽ പറഞ്ഞു, ഫാത്തിമ, ഇന്ന് ഞാൻ പോവുകയാണ്, ഇന്ന് ഞാൻ നിന്നെ വിട്ട് പിരിയുകയാണ്. ഫാത്തിമ ബീവി കരഞ്ഞുപോയി, പൊട്ടിക്കരഞ്ഞു. കരയണ്ട ഫാത്തിമ, കരയണ്ട, ഉടനെ തന്നെ നീ എൻ്റെ അടുക്കലേക്ക് വരും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. 6 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫാത്തിമ ബീവിയും അള്ളാഹുവിലേക്ക് യാത്രയായി. സമാധാനിപ്പിച്ച് നബി തങ്ങൾ യാത്രയാക്കി. അതിനുശേഷം അലി റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു, മരുമകൻ. അലി റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ മടിയിൽ തലവെച്ച് കിടത്തി, ഇങ്ങനെ തലയിലും ഇങ്ങനെ മുതുകത്തും ഇങ്ങനെ തടകാൻ തുടങ്ങി. കുറേ നേരം തടകി, കുറേ നേരം ദുആ ചെയ്തു, ഒരുപാട് ദുആ ചെയ്തു അദ്ദേഹത്തിന് വേണ്ടി. എന്നിട്ട് അദ്ദേഹത്തെയും പറഞ്ഞയച്ചു. അതിനുശേഷം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ വന്നു. അവരെ രണ്ടുപേരെയും നെഞ്ചിലോട്ട് ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിച്ചു. നബി തങ്ങൾ പൊട്ടിക്കരയാൻ തുടങ്ങി. ഭാര്യമാർ വന്നു, കരഞ്ഞില്ല. ഫാത്തിമ ബീവി വന്നു, കരഞ്ഞില്ല. അലി റളിയല്ലാഹു അൻഹു വന്നു, കരഞ്ഞില്ല. എല്ലാവരെയും ഇങ്ങനെ യാത്രയാക്കി വിട്ടു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. നബി തങ്ങൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങേയറ്റം സ്നേഹിച്ചതാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി. ഒരിക്കൽ നബി തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സുജൂദിലേക്ക് പോയി. രണ്ടുപേരും ഓടി വന്ന് നബി തങ്ങളുടെ മുതുകത്ത് ചാടിക്കയറി. നബി തങ്ങൾ അങ്ങനെ അവിടെ തന്നെ കിടന്നു, സുജൂദിലായിട്ട് തന്നെ കിടന്നു. കുറേ നേരം കഴിഞ്ഞു. നബി തങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. സഹാബാക്കൾക്ക് പേടിയായി, അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങാനും വഫാത്തായി പോയോ? അടുത്തിരുന്ന ഒരു സഹാബി തലപൊക്കി നോക്കുമ്പോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു മുതുകത്തിങ്ങനെ ഇരുന്ന് കളിക്കുക. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ കുട്ടികളെ ഇറക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ സുജൂദില. അപ്പോൾ പുറകെ നിന്ന് ഇങ്ങനെ കൈ വരുന്നതായിട്ട് ദൂരെ നിന്ന് കണ്ടു. നബി തങ്ങൾ ഇങ്ങനെ കൈ കാണിച്ചു പറഞ്ഞു, വേണ്ട, അവരൊന്നും ചെയ്യേണ്ട, അവരവിടെ ഇരിക്കട്ടെ എന്നോ. കുറേ നേരം കഴിഞ്ഞ് അവരിങ്ങനെ കളിച്ചൊക്കെ ഇറങ്ങിയപ്പോഴാണ് നബി തങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നത്.
സലാം വീട്ടി. അവരെ പിടിച്ച് മടിയിലെടുത്തിട്ട് സഹാബാക്കളോട് പറഞ്ഞു, അല്ലയോ സഹാബാക്കളെ, എൻ്റെ ഈ മക്കളെ നിങ്ങൾ ആരും ഉപദ്രവിക്കരുത്. ഇവരെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു, ഇവരോട് വെറുപ്പ് കാണിക്കുന്നവരോട് ഞാനും വെറുപ്പ് കാണിക്കുന്നു. ഭയങ്കര സ്നേഹം, ഭയങ്കര സ്നേഹം. മക്കളെ സ്നേഹിക്കണം, കൊച്ചുമക്കളെ സ്നേഹിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കരുണ നഷ്ടപ്പെട്ടത് കൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇവരിങ്ങനെ ചുംബിക്കുന്നത് കണ്ടപ്പോൾ ഒരു അറാബിയായ സഹാബി ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ മക്കളെ ചുംബിക്കുമോ, കൊച്ചുമക്കളെ എങ്ങനെ ചുംബിക്കുമോ? എനിക്ക് 10 മക്കളുണ്ട്, ഒരാളെ പോലും ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ ഹൃദയത്തിൽ അള്ളാഹു കരുണ തന്നിട്ടില്ല എങ്കിൽ ഞാനെന്ത് ചെയ്യാൻ? മക്കളെ സ്നേഹിക്കണം, മക്കളെ ആദരിക്കണം. നമ്മൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുത്താൽ നമുക്കത് കിട്ടേണ്ട സമയം വരുമ്പോൾ അവർ നമുക്ക് തിരിച്ചു തരും. ഇന്ന് മക്കളെ നമുക്ക് സ്നേഹിക്കാൻ തയ്യാറാവുന്നില്ല, നമ്മൾ മക്കൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ തയ്യാറാവുന്നില്ല. നമുക്കൊരാവശ്യം വരുമ്പോൾ നാളെ അവരെ നമുക്ക് കിട്ടാനില്ല. നാളെ പിന്നെ പ്രായമായതിനു ശേഷം മക്കളുടെ വിഷയത്തിൽ പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അവരതല്ല കണ്ടു വളർന്നത്. വാപ്പ കച്ചവടത്തിൻ്റെ തിരക്കിലാണ്, ബിസിനസ്സിൻ്റെ തിരക്കിലാണ്, ജോലിയുടെ തിരക്കിലാണ്. വാപ്പാക്ക് ഞങ്ങളോടൊന്ന് സംസാരിക്കാൻ പോലും സമയമില്ല. അങ്ങനെ വളരുന്ന മക്കൾ പിന്നെ നാളെ വാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി എങ്ങനെ സമയം കൊടുക്കും? ബഹുമാനികളെ, നബിതങ്ങളെ പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയ അധ്യാപനമാണ്. മക്കളെ ആദരിക്കണം, മക്കളെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി സമയം കൊടുക്കണം. അവരുമായി അടുത്തിടപഴകുന്നതിലൂടെ, അവരുമായി ഇരിക്കുന്നതിലൂടെ അവരുടെ ഹൃദയത്തിൽ നിന്ന് നമ്മളിലേക്കും, നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് അവരിലേക്കും ഇങ്ങനെ സ്നേഹം ഇങ്ങനെ ട്രാൻസ്ഫർ ആകും. അത് നാളെ നമ്മൾ വലുതാകുന്ന സമയത്ത് നമുക്ക് അവരുടെ തണൽ കിട്ടേണ്ട സമയം വരുമ്പോൾ അവരത് സന്തോഷത്തോടു കൂടി, ആവേശത്തോടു കൂടി തിരിച്ചു തരും. മാതാപിതാക്കളെ ഖിദ്മത്ത് ചെയ്യുന്നതിന് വേണ്ടി മത്സരിക്കുന്ന മക്കൾ, അള്ളാഹു നമ്മളുടെ മക്കളെയൊക്കെ അങ്ങനെ ആക്കുമാറാകട്ടെ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായപ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. കാരണം എന്താ? അവർ രണ്ടുപേരും ഷഹീദാകുന്നതിന് വിധങ്ങളെ അറിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാളെ ശത്രുക്കൾ വിഷം കൊടുത്തു ഷഹീദാക്കും, മറ്റേയാളെ ശത്രുക്കൾ തലയെടുത്തു കൊല്ലും, ഷഹീദാക്കും. ഈ 2 ചിത്രങ്ങൾ നബിതങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതോർത്ത് നബിതങ്ങൾ അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. അങ്ങനെ കുറെ നേരം അവരെ കെട്ടിപ്പിടിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയും യാത്രയാക്കി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. നബിതങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, മലക്കുൽ മൗത്ത് വന്നിരിക്കുകയാണ്, അങ്ങയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്, അനുവാദം ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കയറി വരാൻ പറ. വേറൊരു മലക്കും വന്ന് നിൽപ്പുണ്ട്. ആദ്യമായിട്ടാണ് ആ മലക്ക് ദുനിയാവിലേക്ക് ഇറങ്ങി വരുന്നത്. അദ്ദേഹവും കയറി വന്നു നബിതങ്ങളുടെ അടുക്കലേക്ക്. അദ്ദേഹം പറഞ്ഞു, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലെ, ആദ്യമായിട്ടാണ് ഞാൻ ഒരാൾക്ക് സലാം പറയുന്നത്. അങ്ങേക്ക് സലാം പറയാൻ വേണ്ടി അള്ളാഹു എന്നെ അയച്ചിരിക്കുകയാണ്. നബിതങ്ങളെ സലാം അടക്കി. മലക്കുൽ മൗത്ത് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹു എന്നെ അങ്ങയിലേക്ക് അയച്ചിരിക്കുകയാണ്, അങ്ങയോട് അനുവാദം ചോദിക്കുന്നതിന് വേണ്ടി അയച്ചിരിക്കുകയാണ്. അങ്ങ് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം അങ്ങയുടെ റൂഹിനെ പിടിക്കണം, ഇല്ല എങ്കിൽ അങ്ങയെ ദുനിയാവിൽ വിട്ടിട്ട് വരണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ലോകത്തൊരാളോട് മലക്കുൽ മൗത്ത് അനുവാദം ചോദിക്കുന്നത്. ആരോടും അനുവാദം ചോദിക്കാറില്ല. അങ്ങയോട് അനുവാദം ചോദിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അസ്രായിൽ, മലക്കുൽ മൗത്ത്, അങ്ങ് എൻ്റെ റൂഹും പിടിക്കുമോ? ഞാൻ പറഞ്ഞാൽ എൻ്റെ റൂഹ് പിടിക്കുമോ? അതെ റസൂലേ, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അങ്ങ് അനുവാദം തന്നാൽ അങ്ങയുടെ റൂഹ് പിടിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ജിബ്രീൽ, ഞാൻ എന്ത് തീരുമാനം എടുക്കണം? മശൂറ ചെയ്തു. കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹു അങ്ങയെ കാണാനുള്ള ആഗ്രഹത്തിലാണ്. അള്ളാഹു അങ്ങയെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് തങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചതാണ്. അള്ളാഹുവേ, മരിക്കുന്ന സമയത്ത് ഞാൻ നിന്നിൽ തൃപ്തനായിരിക്കണം, നീ എന്നിലും തൃപ്തനായിരിക്കണം, ആ അവസ്ഥയിൽ മരണം നൽകണേന്ന്, ആ അവസ്ഥയിൽ മരണം നൽകണേന്ന് ദുആ ചെയ്യാൻ വേണ്ടി നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹു അങ്ങയെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്.
പിന്നെ നബിതങ്ങൾക്ക് ഒന്നും നോക്കണ്ട, ആവേശത്തോടു കൂടി അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോയാൽ മതി. പക്ഷേ നബിതങ്ങൾ അവസാന നിമിഷത്തിലും ഉമ്മത്തിനെ കുറിച്ചുള്ള ചിന്ത. ഉമ്മത്തെന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ ഓരോരുത്തരെയും കുറിച്ചുള്ള ചിന്ത. നബിതങ്ങളുടെ മുമ്പിലുള്ള 1,24,000 സഹാബാക്കളെ കുറിച്ച് നബിതങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം എന്താ? അവരുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ സ്വർഗം ഉറപ്പായി കഴിഞ്ഞു, അവരുടെ വിഷയത്തിൽ തീരുമാനമായി കഴിഞ്ഞു. പിന്നെ അവരുടെ വിഷയത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നബിതങ്ങൾക്ക് അവസാന നിമിഷത്തിലും ചിന്ത തങ്ങൾക്ക് ശേഷം വരുന്ന നമ്മളെപ്പോലുള്ള ഓരോരുത്തരെയും വിഷയത്തിലാണ്. നബിതങ്ങൾ മസ്ജിദ് ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം, യാത്ര പറഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലയോ സമുദായമേ, നിങ്ങൾക്ക് ശേഷം വരുന്ന ഉമ്മത്തിലേക്ക് എൻ്റെ സലാമിനെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണേ. അവരോട് പറയണം, അവർക്ക് ശേഷം വരുന്ന സമുദായത്തിലേക്ക് എൻ്റെ സലാമിനെ എത്തിച്ചു കൊടുക്കാൻ പറയാം. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ വരുന്ന ഓരോ മനുഷ്യർക്കും നബിതങ്ങൾ അവസാനമായി സലാം പറഞ്ഞിട്ടാണ് പോയത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എന്തൊരു പ്രവാചകനാണ്, എന്തൊരു സ്നേഹമുള്ള പ്രവാചകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജിബ്രീലേ, പോയി അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വാ, എനിക്ക് ശേഷം എൻ്റെ ഉമ്മത്തിൻ്റെ അവസ്ഥ എന്താകും, എനിക്ക് ശേഷം എൻ്റെ സമുദായത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ചോദിച്ചിട്ട് വാ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ പോയി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്. പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങ് പേടിക്കേണ്ട, അങ്ങ് വിഷമിക്കേണ്ട, അങ്ങയുടെ ഉമ്മത്തിൻ്റെ കൂടെ ഉണ്ടാകും അള്ളാഹു. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്, അള്ളാഹു ഉറപ്പ് തന്നിരിക്കുകയാണ്, അങ്ങയുടെ ഉമ്മത്തിന് അള്ളാഹു കൈവിടുകയില്ല, അള്ളാഹു കൈവിടുകയില്ല. സമാധാനമായി. അപ്പോഴാണ് നിബിധങ്ങൾക്ക് സമാധാനമായത്. ബഹുമാനികളെ, മരിക്കുന്ന സമയത്ത് പോലും തൻ്റെ പിഞ്ചു മക്കളെക്കുറിച്ചുള്ള ചിന്തയല്ല, ചെറുമക്കളെക്കുറിച്ചുള്ള ചിന്തയല്ല, തൻ്റെ സഹാബത്തിനെ കുറിച്ചോ ഭാര്യമാരെ കുറിച്ചോ മക്കളെക്കുറിച്ചോ ഉള്ള ചിന്തയല്ല. മരിക്കാൻ നേരത്ത് പോലും നിബിധങ്ങൾ ഉമ്മത്തി എന്നുള്ള ചിന്തയാണ്. എന്തൊരു പ്രവാചകനാണിത്! ആർക്ക് സാധിക്കും? ഏത് ഉമ്മയ്ക്ക് സാധിക്കും? ഏത് വാപ്പയ്ക്ക് സാധിക്കും? എങ്ങനെ? അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയാണോ വാപ്പയാണോ? ഇല്ല, അതൊന്നുമല്ല, അതിനേക്കാളും അപ്പുറത്തുള്ള സ്നേഹമാണിത്, തങ്ങളുടെ സ്നേഹം. അല്ലാഹു അക്ബർ. ബഹുമാനികൾ, ഈ സ്നേഹം തന്നെ നമുക്ക് മഹ്ശറയിലും കാണാൻ പറ്റും. മഹ്ശറയിൽ ഹിസാബിന്റെ സമയത്ത് എല്ലാവരും നഫ്സി നഫ്സി എന്നുള്ള ചിന്തയിലായിരിക്കും. പ്രവാചകന്മാർ പോലും, ആദം നബി ആകട്ടെ, ഇബ്രാഹിം നബി ആകട്ടെ, നൂഹ് നബി ആകട്ടെ, നഫ്സി നഫ്സി. അള്ളാഹു ഈ സമയത്ത് ഞാൻ നിന്നോട് ആരെക്കുറിച്ചും പറയുന്നില്ല, നഫ്സി നഫ്സി, എൻ്റെ കാര്യം മാത്രം, എൻ്റെ കാര്യം മാത്രം, എന്നെ നീ രക്ഷപ്പെടുത്തണം. എല്ലാവരും പേടിയിലായിരിക്കും, എന്താകുമെന്ന് ആർക്കും അറിയില്ല, ആ പേടിയിലിരിക്കും. ഇബ്രാഹിം നബിയും പറയും അല്ലാഹുവേ നഫ്സി നഫ്സി, മൂസാ നബിയും പറയും അല്ലാഹുവേ നഫ്സി നഫ്സി, ഈസാ നബിയും പറയും അല്ലാഹുവേ എൻ്റെ ഉമ്മയെക്കുറിച്ച് പോലും ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല, നഫ്സി നഫ്സി, എന്നെ നീ രക്ഷപ്പെടുത്തണം. എല്ലാവരും പേടിയിലായിരിക്കും. മഹ്ശറ മൈതാനിയിൽ മുഴുവനും ഇങ്ങനെ നഫ്സി 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 എന്നുള്ള ശബ്ദം മാത്രം ഉയരുമ്പോൾ ഒരു ഭാഗത്ത് നിന്നും ഒരു ശബ്ദം ഇങ്ങനെ ഉയർന്നു വരും, അല്ലാഹുമ്മ യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി, യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി. അല്ലാഹു, എൻ്റെ ഉമ്മത്ത്, എൻ്റെ ഉമ്മത്ത്. ആരാ ഈ സമയത്ത് ഉമ്മത്തിനെ കുറിച്ച് ഓർക്കുന്നത്? പ്രവാചകന്മാരൊക്കെയും നഫ്സി നഫ്സി എന്നുള്ള ചിന്തയിലായിട്ട് ഓടുമ്പോൾ, എല്ലാവരും ഇങ്ങനെ നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് ഓടുമ്പോൾ, ആരാ ഈ സമയത്ത് ഉമ്മത്തിനെ കുറിച്ച് ഓർക്കുന്നത്? ആ ശബ്ദം കേട്ട ഭാഗത്തേക്കൊന്ന് കണ്ണ് വായിച്ചാൽ കാണാൻ സാധിക്കും എൻ്റെയും നിങ്ങളുടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നബി തങ്ങളെ സ്നേഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി എന്നുള്ള ചിന്ത. ജിബ്രീൽ പോയി ചോദിച്ചിട്ട് വാ, എനിക്ക് ശേഷം എൻ്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ഉറപ്പ് നൽകി, അല്ലാഹുവേ അങ്ങയ്ക്ക് ശേഷം അങ്ങയുടെ ഉമ്മത്തിനെ അല്ലാഹു കൈവിടുകയില്ല. ബഹുമാനികളെ, ആ ഒരു ചോദ്യം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ, ആ ഒരു ഉറപ്പ് അല്ലാഹുവിൽ നിന്ന് വാങ്ങിയില്ലായിരുന്നുവെങ്കിൽ നമ്മളുടെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നേ? മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ, തിന്മകൾ ചെയ്തതിൻ്റെ പേരിൽ നമ്മളെയൊക്കെ എപ്പോഴും അല്ലാഹു നശിപ്പിച്ച് കളഞ്ഞേനെ, നമ്മളെയൊക്കെ എപ്പോഴും അല്ലാഹു പല കോലത്തിലാക്കി മാറ്റിയേനെ, അല്ലാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള ശിക്ഷകൾ വന്നിറങ്ങിയേനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന നിമിഷവും ഉമ്മത്തിനെ കുറിച്ചുള്ള ചിന്തയിലായിട്ട് കഴിച്ചു. ഒടുവിൽ അവസാനമായി നബി തങ്ങൾ നസീഹത്ത് നൽകിയ ഉപദേശം, അസ്സലാ അസ്സലാ വമാ മലക്കത് ഐമാനുക്കും. അല്ലയോ എൻ്റെ സമുദായമേ, നിങ്ങളുടെ നമസ്കാരത്തെ സൂക്ഷിക്കണേ, നമസ്കാരത്തെ സൂക്ഷിക്കണേ. നിങ്ങളുടെ കീഴിലുള്ളവരോടുള്ള കടമകൾ നിങ്ങൾ പൂർത്തിയാക്കണേ. ഒന്ന്, അല്ലാഹുവിനോടുള്ള കടമകൾ പൂർത്തിയാക്കണം. രണ്ട്, സൃഷ്ടികളോടുള്ള കടമകൾ പൂർത്തിയാക്കണം.
ഈ 2 ഉപദേശമാണ് അവസാനമായി നബി തങ്ങൾ നൽകിയിട്ട് പോയത്. പിന്നെ ഇങ്ങനെ ശബ്ദം ഇങ്ങനെ അവസാനിക്കുന്നത് വരെയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു, അസ്സലാ 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 അസ്സലാ. ഉമ്മത്തി, നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തണേ. നമസ്കാരം അത്ര പ്രധാനപ്പെട്ട വിഷയമാണ്. നമസ്കാരത്തെ മുറുകെ പിടിക്കണേ. ഏറ്റവും അവസാനത്തെ ഉപദേശം, തൻ്റെ ജീവിതം 23 വർഷത്തെ ചരിത്രപ്രസിദ്ധമായ ജീവിതത്തിന്റെ ആകെ ചുരുക്കം, തങ്ങളുടെ 23 വർഷത്തെ ജീവിതത്തിന്റെ മുഴുവൻ അധ്യാപനങ്ങളുടെയും ആകെ ചുരുക്കം, അസ്സലാ വമാ മലക്കത്ത് ഈമാനുക്കും. അള്ളാഹുവിനോടുള്ള കടമകൾ പൂർത്തിയാക്കണേ, സൃഷ്ടികളോടുള്ള കടമകൾ പൂർത്തിയാക്കണേ. ഇങ്ങനെ തന്നെ തങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു, അസ്സലാ അസ്സലാ അസ്സലാ. നമസ്കാരത്തെ മുറുകെ പിടിക്കണേ, നമസ്കാരത്തെ മുറുകെ പിടിക്കണേ. അങ്ങനെ ആയിഷ ബീവിയുടെ ചുമലിൽ ഇദ്ദേഹത്തെ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. അവസാന നിമിഷങ്ങൾ. ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു കയറി വന്നു, ആയിഷ ബീവിയുടെ സഹോദരൻ. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മിസ്വാക്ക് ഉണ്ടായിരുന്നു. നബി തങ്ങൾ ആ മിസ്വാക്കിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. അത് കണ്ടപ്പോൾ ആയിഷ ബീവിക്ക് മനസ്സിലായി തങ്ങൾ മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ആയിഷ ബീവി മിസ്വാക്ക് വാങ്ങിച്ച് തൻ്റെ വായ കൊണ്ട് ചവച്ച് അതിനെ മയപ്പെടുത്തിയിട്ട് നബി തങ്ങൾക്ക് കൊടുത്തു. നബി തങ്ങൾ അത് വെച്ച് സുന്ദരമായ രീതിയിൽ മിസ്വാക്ക് ചെയ്തു. നബി തങ്ങളുടെ സുന്നത്താണ്, നബി തങ്ങൾ അങ്ങേറ്റം ഇഷ്ടപ്പെട്ടിരുന്ന സുന്നത്താണ്. അവസാനമായി നബി തങ്ങൾ ചെയ്ത അമലാണ്. അവസാന നിമിഷം പോലും ആ സുന്നത്ത് നബി തങ്ങൾ മുറുകെ പിടിക്കുകയുണ്ടായി. നബി തങ്ങൾ മിസ്വാക്ക് ചെയ്തു. ആയിഷ ബീവി പറയുമായിരുന്നു, ഞാൻ അഭിമാനിക്കുന്നു, നബിതങ്ങളുടെ വായിലേക്ക് അവസാനമായി പോയത് എൻ്റെ ഉമ്മനീരാണ്, ഞാനതിൽ അഭിമാനിക്കുന്നു. നബിതങ്ങൾ മിസ്വാക്ക് ചെയ്തു. അങ്ങനെ അബൂബക്കർ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വാർത്ത കിട്ടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അല്ലാഹുമ്മ റഫീഖൽ അഅല. അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള തീരുമാനമായി കഴിഞ്ഞു, ജിബ്രീലെ, മലക്കുൽ മൗത്തെ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കിക്കൊള്ളുക. ഞാനിതാ അള്ളാഹുവിലേക്ക് യാത്രയാകാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. ആയിഷ ബീവി പറയുന്നുണ്ട്, നബിതങ്ങൾ ഒരിക്കൽ എന്നോട് പറഞ്ഞായിരുന്നു, എൻ്റെ അനുവാദം, ഞാൻ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ അള്ളാഹു എൻ്റെ റൂഹ് പിടിക്കുകയുള്ളൂ എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് നബിതങ്ങൾ അല്ലാഹുമ്മ റഫീഖൽ അഅല, അല്ലാഹുമ്മ റഫീഖൽ അഅല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, തങ്ങളിതാ പോകാൻ പോവുകയാണ്, യാത്രയാകാൻ പോവുകയാണ്. അങ്ങനെ നബിതങ്ങൾ ആയിഷ ബീവിയുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ തല താഴ്ച കണ്ണുകൾ അടച്ചു. ആയിഷ ബീവി പറയുമായിരുന്നു, നബിതങ്ങൾ വഫാത്തായത് എൻ്റെ ബൈന നഹ്രി വസദരി, മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന നഹ്രി വസദരി, എൻ്റെ കഴുത്തിൻ്റെയും നെഞ്ചിൻ്റെയും ഇടയ്ക്ക് തല വെച്ചിട്ടാണ് നബിതങ്ങൾ വഫാത്തായതെന്ന് ആയിഷ ബീവി പറയുമായിരുന്നു. അങ്ങനെ തങ്ങൾ വഫാത്തായതറിഞ്ഞു സഹാബാക്കളെല്ലാവരും ഓടിക്കൂടി. ഭാര്യമാരൊക്കെ വന്നു, തങ്ങളെ വന്ന് കണ്ടു. എല്ലാവരും ഇങ്ങനെ സിയാറത്ത് ചെയ്തു പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഒരാവശ്യത്തിന് വേണ്ടി വേറൊരു സ്ഥലത്ത് പോയിരിക്കുകയായിരുന്നു, 3-4 മൈൽ അപ്പുറത്ത്. വാർത്ത കേട്ട് ഓടിപ്പടച്ചു വന്നു തങ്ങളുടെ താങ്ങും തണലുമായിരുന്ന സുഹൃത്ത്. ഏറ്റവും കൂടുതൽ സഹിക്കാൻ കഴിയാതിരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനായിരിക്കും ആ വാർത്ത. അത്ര കൂട്ടുകാരനായിരുന്നു. ഓടി വന്നു, തങ്ങളുടെ അടുക്കലേക്ക് പ്രവേശിച്ചു, തങ്ങളുടെ റൂമിലേക്ക് വന്നു. വസ്ത്രം മാറ്റിയിട്ട് തങ്ങളുടെ മുഖത്തേക്ക് ചുംബിച്ചു, തങ്ങളുടെ നെറ്റിയിൽ ചുംബിച്ചു. കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുനീർത്തുള്ളികൾ നബിതങ്ങളുടെ നെറ്റിയിലേക്ക് വന്ന് വീണു. എത്ര നല്ല കൂട്ടുകാരൻ, എത്ര നല്ല സുഹൃത്ത്. ഇത് അള്ളാഹുലേക്ക് യാത്രയായിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ ജീവിതവും മനോഹരം, അങ്ങയുടെ മരണവും മനോഹരം. അങ്ങനെ പൊട്ടുകയാണ്, മനസ്സ് പൊട്ടുകയാണ്. കടിച്ചു പിടിച്ചുകൊണ്ട് നബിതങ്ങളെ ചുംബിച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങി. നോക്കുമ്പോൾ സഹാബത്തിൻ്റെ അവസ്ഥയൊക്കെ വേറെ ഹാലിലാണ്. എല്ലാവരും ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറത്താണ് ഈ വാർത്ത. പലരുടെയും മാനസികാവസ്ഥ തന്നെ മാറിപ്പോയി. ജുനൂനായ അവസ്ഥയിൽ ഉമർ റളിയല്ലാഹു അൻഹു വാളും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആരെങ്കിലും നബിതങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ കഴുത്ത് ഞാൻ എടുക്കും. നബിതങ്ങൾ മരിച്ചിട്ടില്ല, അള്ളാഹുവിലേക്ക് പോയിരിക്കുക, തിരിച്ചു വരും. വല്ലാത്തൊരു ഹാലത്തിലായി. ഓരോരുത്തർ ഓരോ മൂലയിൽ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്ഷമയുടെ പ്രതീകമായ, നിലപാടിന്റെ പ്രതീകമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയണമെങ്കിൽ ഏറ്റവും കൂടുതൽ അന്ന് കരയേണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതുപോലെ പൊട്ടിക്കരഞ്ഞു പോയിരുന്നെങ്കിൽ, തൻ്റെ മാനസികാവസ്ഥ ആ രീതിയിൽ പുറത്തെടുത്തിരുന്നെങ്കിൽ ഉമ്മത്തിൻ്റെ അവസ്ഥ വേറൊന്നായി പോയേനെ. അവിടെ ശക്തമായി ഉറച്ചു നിന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമറിനോട് പറഞ്ഞു, ഉമറെ അവിടെ ഇരിക്കും. ഉമർ പറഞ്ഞു, ഇല്ല, ഞാനിരിക്കില്ല.
വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്നു. മനസ്സിലായി എല്ലാവരുടെയും മാനസികാവസ്ഥ എന്താണെന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിലേക്ക് കയറി ഖുതുബ നിർവഹിച്ചു. മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ അറിഞ്ഞുകൊള്ളുക, മുഹമ്മദ് മരിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കടുത്ത വാക്കുകളാണ് പ്രയോഗിച്ചത്. അങ്ങനെയുള്ളൊരു കടുത്ത വാക്ക് പ്രയോഗിച്ചില്ലായിരുന്നെങ്കിൽ സഹാബത്തിന്റെ മാനസികാവസ്ഥ തിരിച്ചു പിടിക്കാൻ കഴിയില്ലായിരുന്നു. എന്നെ വരെ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടുണ്ടാവൂല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്, അങ്ങനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അന്ന് ആദ്യമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ കാന യഅബ്ദു മുഹമ്മദൻ, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചതെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. മാത്ത് എന്ന വാക്ക് നബിതങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അദബനുസരിച്ച് തൂഫിയ, ഇൻതഖല, തങ്ങൾ വഫാത്തായി, അള്ളാഹുവിലേക്ക് യാത്രയായി, ഇങ്ങനെയുള്ള അദബിന്റെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. മാത്ത് എന്ന് പറഞ്ഞാൽ മരിച്ചു, സാധാരണ ലോക്കൽ വാക്കാണ്. പക്ഷേ അവിടെ മുഹബ്ബത്തിന്റെ പ്രകടനമല്ല കാണിക്കേണ്ടത്, സ്നേഹമല്ല പ്രകടിപ്പിക്കേണ്ടത്. അവിടെ ദീനിന്റെ ശരീഅത്ത് ഉറപ്പിക്കേണ്ട സമയമാണ്. അവിടെ നബി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിച്ച വേറൊരു ഹാലിലായിരുന്നെങ്കിൽ എല്ലാവരും വേറെ ഹാലിലായി പോയേനെ. കടുത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, മുഹമ്മദിനെയാണ് ആരെങ്കിലും ആരാധിച്ചതെങ്കിൽ മുഹമ്മദ് മരിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ കാന യഅബ്ദുല്ലാഹ് ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. അല്ലാഹുവിനെയാണ് ആരെങ്കിലും ആരാധിച്ചിരുന്നതെങ്കിൽ അറിഞ്ഞുകൊള്ളുക, അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ഒരിക്കലും മരിക്കുകയില്ല. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയത്തോതി, ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതൂൻ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങും മരണപ്പെടും, ഇവിടെയുള്ളവരൊക്കെ മരണപ്പെടും. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞ ആയത്താണ്. ഈ ആയത്തും കൂടെ കേട്ടപ്പോഴാണ്, ഓ ശരിയാണല്ലോ, ഉമർ റളിയല്ലാഹു അൻഹുവിന് സ്വബോധം തിരിച്ചു കിട്ടി. ശരിയാണല്ലോ, ആയത്ത് ഇന്ന് ഇറങ്ങിയതാണെന്ന് തോന്നിപ്പോയി അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹുവിന്. അങ്ങനെയാണ് സഹാബത്തിന്റെ മാനസികാവസ്ഥകളെ തിരിച്ചു പിടിച്ചത്. തിങ്കളാഴ്ച ഇഷ്റാഖിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നു. ചൊവ്വാഴ്ച ഇശാ വരെയും തങ്ങളുടെ ജനാസ നമസ്കാരവും തങ്ങളുടെ കഫൻ പൊതിയലും തങ്ങളെ കുളിപ്പിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൂട്ടി. തങ്ങൾ പറഞ്ഞതനുസരിച്ച് തങ്ങളുടെ കുടുംബക്കാരാണ് തങ്ങളെ കുളിപ്പിച്ചത്. ഉസാമ റളിയല്ലാഹു അൻഹു, ഫളൽ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു, ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് നബി തങ്ങളുടെ ശരീരത്തിൽ. തങ്ങൾ ഇട്ടിരുന്ന ആ വസ്ത്രത്തോടു കൂടിയാണ് തങ്ങളെ കുളിപ്പിക്കുന്നത്, വസ്ത്രത്തെ മാറ്റിയിട്ടല്ല കുളിപ്പിക്കുന്നത്. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലെ, അങ്ങ് ഞങ്ങളെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ, മരിച്ചവരുടെ മേൽ പൊട്ടിക്കരയാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങ് ഞങ്ങളെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ മയ്യിത്തിന് മേൽ എത്ര കൂടുതൽ കരയാൻ സാധിക്കുമെന്ന് ഇന്ന് ഉമ്മത്തിന്, സമുദായത്തിന്, ലോകത്തിന് ഞങ്ങൾ കാണിച്ചു കൊടുത്തേനെ. അത്ര വിഷമമാണ്, അത്ര വലിയ വേർപാടാണ് ഉണ്ടായത്, അത്ര വലിയ നഷ്ടമാണ് ഞങ്ങൾക്കുണ്ടായത്. ഇന്ന് ഞങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തേനെ എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇശാക്ക് ശേഷം ഖബറിൽ കൊണ്ടുപോയി വെച്ചു. ഇശാക്ക് ശേഷം ഖബറടക്കി. ഖബർ ഇങ്ങനെ തൽഹ റളിയല്ലാഹു അൻഹു ലഹദിന്റെ രൂപത്തിലാണ് ഖബറുണ്ടാക്കിയത്. സാധാരണ നമ്മുടെ നാട്ടിൽ വലിയ കുഴി, അതിനകത്തൊരു ചെറിയ കുഴി. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ നേരെ കുഴിക്കും, പിന്നെ അകത്തോട്ട് ഇങ്ങനെ തുറക്കും. ഖബറിനെ മയ്യത്തിന് ഇങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ വയ്ക്കും. ആ രൂപത്തിലാണ് നബിതങ്ങളുടെ ഖബറുണ്ടാക്കിയത്. തൽഹ റളിയല്ലാഹു അൻഹു ഖബറുണ്ടാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിലേക്ക് ഇറക്കി വെച്ചു. ആ സമയത്ത് അവിടെ മുഗീറ ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ മോതിരം ഊരി ഇങ്ങനെ ഖബറിലേക്ക് ഇട്ടു, ആരും കാണാതെ. എന്നിട്ട് പറഞ്ഞു, അലി, എൻ്റെ മോതിരം അകത്ത് വീണുപോയി, ഞാൻ എടുത്തോട്ടെ. അതൊരു തന്ത്രമായിരുന്നു. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ശരിയാണ്, മോതിരം കിടപ്പുണ്ട്, എടുത്തോളാൻ പറഞ്ഞു. മുഗീറ റളിയല്ലാഹു അൻഹു ഖബറിലേക്ക് ഇറങ്ങിയിട്ട് നബിതങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങി. ആ ചിത്രം കണ്ട് അവിടെ നിന്ന് ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സഹാബാക്കളും പൊട്ടിക്കരയാൻ തുടങ്ങി. മുഗീറ ഇറങ്ങാൻ പറ, പുറത്തേക്ക് ഇറങ്ങാൻ പറ. അവസാനമായി നബിതങ്ങളുടെ ശരീരത്തെ തൻ്റെ ശരീരത്തോട് ചേർത്തത് മഹാനായ മുഗീറ ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു. എന്തൊരു സ്നേഹമായിരുന്നു സഹാബാക്കൾ. ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലാഹുവേ അങ്ങേക്ക് എല്ലാം അർപ്പണം, എൻ്റെ ഉമ്മയും വാപ്പയും ഒക്കെ അങ്ങേക്ക് അർപ്പണം. അങ്ങേയറ്റം സ്നേഹിച്ച സഹാബത്ത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിലേക്ക് മണ്ണ് വാരിയിട്ട് സഹാബാക്കൾ തിരിച്ചുപോയി. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇപ്പോൾ ഉണ്ടായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവസാനമായി നബിതങ്ങളെ കാണാൻ വന്ന സമയത്ത് ഭയങ്കരമായ വിഷമത്തിലും ഭയങ്കരമായ തലവേദനയിലുമൊക്കെ കഴിയുകയാണ്. അത് കണ്ടപ്പോൾ ഫാത്തിമ പറഞ്ഞായിരുന്നു, വാ കർബ അബത്താ, ഓ എൻ്റെ വാപ്പായുടെ ദുഃഖമേ,
എൻ്റെ വാപ്പായുടെ കഷ്ടപ്പാട്, എൻ്റെ വാപ്പായുടെ വേദനയെ എന്ന് പറഞ്ഞിങ്ങനെ വിലപിച്ചു. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞായിരുന്നു, ഫാത്തിമ, ഈ ദിവസത്തിന് ശേഷം നിന്റെ വാപ്പാക്ക് ഇനി ഒരു ബുദ്ധിമുട്ടുമില്ല, ഈ ദിവസത്തിന് ശേഷം നിന്റെ വാപ്പാക്ക് ഇനി വിഷമമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഖബറടക്കിയിട്ട് ഇങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു ഒക്കെ തിരിച്ചു വരികയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഫാത്തിമ ബീവി ചോദിച്ചായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു നബി തങ്ങളുടെ ശരീരത്തേക്ക് മണ്ണ് വാരിയിടാൻ? എങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു നിങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ തങ്ങളുടെ ശരീരത്തേക്ക് മണ്ണ് വാരിയിടാൻ? എങ്ങനെ സാധിച്ചു? അതിങ്ങനെ വിഷമത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അങ്ങനെ ചോദിച്ചതാണ്. ആ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 ദിവസത്തെ കടുത്ത തലവേദനയും വിഷമവും അനുഭവിച്ചിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കിയതിന് ശേഷം, തൻ്റെ മിഷൻ പൂർത്തിയാക്കിയതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിലേക്ക് യാത്രയാവുകയുണ്ടായി. ബഹുമാനികളെ, ഞാനും നിങ്ങളുമൊക്കെ സ്നേഹിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും റസൂലായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാന നിമിഷങ്ങളാണ് ഈ പറഞ്ഞത്. ഈ തങ്ങളെ നമ്മൾ സ്നേഹിക്കണം. നമുക്ക് വേണ്ടി മാത്രമായി ജീവിച്ച് മരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് വേണ്ടിയായിട്ട് എല്ലാം ത്യജിക്കാൻ തയ്യാറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, അൽ മർഉ മഅ മൻ അഹബ്, ആരെ സ്നേഹിക്കുന്നോ അവരോടൊപ്പമായിരിക്കും. ഈ തങ്ങളോടൊപ്പം നമുക്കാകണമെങ്കിൽ, ഈ തങ്ങളെപ്പോലെ നമുക്കും സുന്ദരമായ ഒരു മരണത്തെ വരവേൽക്കാൻ സാധിക്കണമെങ്കിൽ, അള്ളാഹുവിലേക്ക് സന്തോഷത്തോടുകൂടി യാത്ര അയക്കാൻ സാധിക്കണമെങ്കിൽ നമ്മളും റസൂലിനെ സ്നേഹിക്കണം, അള്ളാഹുവിനെ സ്നേഹിക്കണം. ജീവിതം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിലായിട്ട് ജീവിക്കാൻ നമ്മൾ പ്രതിജ്ഞ എടുത്താൽ ഉറപ്പായിട്ടും ഇതുപോലുള്ളൊരു സുന്ദരമായ മരണം നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സമയം കുറച്ച് അധികരിച്ചു പോയി. അള്ളാഹു നമ്മളുടെയൊക്കെ മരണം ഏറ്റവും നല്ല മരണമാക്കി മാറ്റട്ടെ. ഏറ്റവും നല്ല അവസ്ഥയിൽ, ഏറ്റവും നല്ല ഇബാദത്തിലായി, ഒരു ബാധ്യതകളും ഇല്ലാത്ത രീതിയിൽ, ആരോടും ബാധ്യതയില്ലാത്ത രീതിയിൽ, സുന്ദരമായൊരു ഹൃദയത്തോടു കൂടി, സുന്ദരമായൊരു മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് സന്തോഷത്തോടു കൂടി യാത്രയാകാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.